ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൂക്കറിസ്റ്റിക് റിവൈവൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ രൂപതയുടെ നേതൃത്വത്തിൽ യൂക്കറിസ്റ്റിക് റിവൈവലിനോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു പിൽഗ്രിമേജ് യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് നടത്തുവാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അത് വളരെയധികം പേര് പങ്കെടുത്തതായ നല്ല അനുഭവമായിരുന്നു. അത് ഏകദേശം 90 പേരോളം പങ്കെടുത്തതായ ആ പിൽഗ്രിമേജ് പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു. അവിടെയുള്ള സന്ദർശനങ്ങളായിരുന്നു പ്രധാനമായിട്ടും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ലഞ്ചീനോ. ഇറ്റലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമായ ലഞ്ചീനോയിൽ 750കളിൽ ഉണ്ടായ ഒരു മഹത്തായ അത്ഭുതകരമായ പ്രതിഭാസമായിരുന്നു വിശുദ്ധ കുർബാന. 2 സാദൃശ്യങ്ങളിലും അത് മനുഷ്യമാംസവും മനുഷ്യരക്തവുമായി മാറിക്കൊണ്ട് കർത്താവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു മനോഹരമായ ഒരു അവസരമായിരുന്നു അത് നടന്ന ആ ചരിത്രപരമായ സ്ഥലം സന്ദർശിക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു. വളരെയധികം തീർത്ഥാടകർ അവിടെ വന്ന് പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. ഇന്നും ആ മാംസമായി തീർന്ന വിശുദ്ധ കുർബാനയുടെ ഭാഗം അവിടെ തന്നെ ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. വരുന്ന തീർത്ഥാടകരെല്ലാം വന്ന് അവിടെ ഇപ്പോഴും ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ വിശുദ്ധ കുർബാന എന്നുള്ളത് വെറും ഒരു കെട്ടുകഥയിൽ അല്ല എന്നും അത് ദൈവികമായൊരു യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപാടാണെന്നും നമുക്ക് വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്: "The Eucharist is the secret of my day. It gives strength and meaning to all my activities of service to the Church and to the whole world. Let Jesus in the Blessed Sacrament speak to your hearts. It is He who is the true answer of life that you seek. He stays here with us. He is God with us. Seek Him without tiring. Welcome Him without reserve. Love Him without interruption. Today, tomorrow, forever." ഇന്നലെയും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയായ ഈശോയുടെ സജീവ സാന്നിധ്യം നമുക്ക് വ്യക്തമാക്കി തരുന്ന, അനുഭവവേദ്യമാക്കി തരുന്ന വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വഴികാട്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വമായി തീരട്ടെ. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതത്തിന് നമുക്ക് ഏവർക്കും സാധിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മൾക്ക് കുർബാനയിൽ അഭയം കണ്ടെത്തുകയും ചെയ്യാം.